ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുമായ ഇഡ്ഡലി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഇഡ്ഡലി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ ഉഴുന്ന് സോക്ക് ചെയ്യണം. അപ്പോഴാണ് ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് 4 മണിക്കൂർ കഴിഞ്ഞതാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ സോക്ക് ചെയ്ത് വെച്ച വെള്ളത്തിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒറ്റ പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ 2 ബാച്ചായിട്ട് അരച്ചെടുക്കുക. ഉഴുന്നിൻ്റെ മീതെ കുറച്ച് നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഉഴുന്ന് നന്നായിട്ട് മുങ്ങിക്കിടക്കണം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ബബിൾസ് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഉഴുന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇഡ്ലി ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് വലുപ്പമുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 250 ml കപ്പിലാണ് മെഷർ ചെയ്യുന്നത്. 2.5 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ അരിപ്പൊടിയും വെള്ളവും കൂടിയിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം വേണം നമുക്ക് ഉഴുന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് കിട്ടും. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അത് കുഴപ്പമില്ല. ഇതിലേക്ക് നമ്മൾ ഉഴുന്ന് അരച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ ബാറ്റർ കറക്റ്റായിട്ട് കിട്ടും. ഇതിലേക്ക് ഉഴുന്നരച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1/2 കപ്പ് അവൽ ഇട്ട് കൊടുക്കാം. അവൽ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഇഡ്ഡലി റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല സോഫ്റ്റും ഉണ്ടാവും നമ്മുടെ ഇഡ്ഡലിക്ക്. 1/2 കപ്പ് അവലാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് വെളുത്ത നിറത്തിലുള്ള നൈസായിട്ടുള്ള അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് കനത്തിലുള്ള അവലൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു 10 മിനിറ്റ് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോഴാണ് നന്നായിട്ട് അരിഞ്ഞു കിട്ടുള്ളൂ. അരച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടിയിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആറ്റുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3-4 തവണ ഇതുപോലെ ചെയ്തെടുത്താൽ നമ്മുടെ ഇഡ്ഡലി ബാറ്റർ നന്നായിട്ട് മിക്സായി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. ഒരു 4 പ്രാവശ്യത്തോളം ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടുള്ള ബാറ്റർ ആയിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ബാറ്ററിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഇങ്ങനെ ബബിൾസ് ഒക്കെ നിറച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് വരുന്നതാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ രാത്രിയിൽ ഒരു 9 മണി ആയപ്പോഴാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇനി രാവിലെ ഒരു 7 മണി ആയിട്ടുണ്ട്. ബാറ്റർ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെയാണ് കൺസിസ്റ്റൻസി വേണ്ടത്.
ഇതിനേക്കാളും തിക്കായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത്രയും ലൂസിൽ ആക്കിയെടുക്കുക. അധികം ലൂസായിട്ട് പോകരുത് മാവ്, അതുപോലെ അധികം തിക്കായിട്ടും വരാനായിട്ട് പാടില്ല. ഇനി ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തടവി കൊടുക്കാം. ഇഡ്ഡലി തട്ടിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണയൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇതുവരെ ഇഡ്ഡലി ബാറ്ററിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു തവിയിൽ മാവ് എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഉപ്പ് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ അവിടെയായിട്ട് കറക്റ്റ് മിക്സായി കിട്ടില്ല. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ ബാറ്ററിൽ ഉപ്പ് അധികം ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ സാമ്പാറും ചട്നിയൊക്കെ കൂട്ടിയിട്ടാണ് ഇഡ്ഡലി കഴിക്കാറുള്ളത്. അപ്പോൾ അതിലെല്ലാം ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിലും കൂടി ഉപ്പാവുമ്പോൾ അത്രയ്ക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇഡ്ഡലിയിൽ കുറച്ച് ഉപ്പ് കുറവാണ് ഇടാറുള്ളത്. നിങ്ങൾക്ക് ഇഡ്ഡലിയുടെ ഉപ്പ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. എല്ലാ തട്ടിലും നമുക്ക് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ വേണം നമ്മൾ തട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാനായിട്ട്. ഓരോ തട്ടായിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റാണ് കുക്ക് ചെയ്യേണ്ടത്. 10 മിനിറ്റ് ആകുമ്പോൾ ഇത് കറക്റ്റായിട്ട് കുക്കായി കിട്ടും. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇഡ്ഡലി നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അതിൽ ഒട്ടിപ്പിടിക്കാതെ വരുന്നുണ്ടെങ്കിൽ ഇത് കുക്കായി എന്നാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ തട്ട് ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതടച്ച് വീണ്ടും കുറേ സമയം വെച്ചിരുന്നാൽ നമ്മുടെ ഇഡ്ഡലി ഹാർഡായി പോകും. അതുപോലെ തന്നെ മൂടിയിൽ നിന്ന് വെള്ളം എല്ലാം ഇറങ്ങി വന്നിട്ട് അത്രയ്ക്ക് നന്നാവില്ല. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വയ്ക്കുക. കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു സ്പൂണ് വെച്ചിട്ട് നമുക്കിതിൽ നിന്ന് ഇളക്കി മാറ്റാം. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ഞാൻ പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇഡ്ഡലിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചോറും അവലൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന ഇഡ്ഡലിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഇത് ചൂടാറിയിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് എളുപ്പത്തിൽ എടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അല്ലെ പൂ പോലുള്ള ഇഡ്ഡലി എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഉള്ളി സാമ്പാറും തേങ്ങാ ചട്നിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയാണ്. ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉള്ളി സാമ്പാറിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ കേട്ടോ. താങ്ക് യു.